ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിച്ച രാഷ്ട്രീയ നേതാക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെ പറയും? പല പേരുകളും നിങ്ങൾ പറയുമെങ്കിലും പക്ഷേ ഇന്നത്തെ കാലത്ത് ആ രാഷ്ട്രീയ സൗഹൃദം എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിച്ച ഇപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ദിവസം ഇവരെ രണ്ടുപേരുടെയും ഫോട്ടോയൊക്കെ പലരും സെൻഡ് ചെയ്ത് തരാറുണ്ട്. അത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള കെ കരുണാകരനും ഇ കെ നായനാരും തമ്മിലാണ്. രാഷ്ട്രീയപരമായിട്ട് രണ്ട് ചേരികളിലാണ് അവർ രണ്ടുപേരെങ്കിലും, പക്ഷേ അവർ തമ്മിലുള്ള സൗഹൃദം അതിഗംഭീരം. ഇപ്പോൾ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ ഒരു ഇൻ്റർവ്യൂ ഒരു ഓൺലൈൻ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പോർഷൻസ് നമുക്ക് കാണാം. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര അടുപ്പം അവർ തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് കേൾക്കാം. അതിശയം കണ്ടാൽ മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ പിന്നെ പനി വന്നു. പനിച്ചാൽ രണ്ടാളും ഇവർക്ക് പ്രത്യേക റൂമല്ലേ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനെല്ലാം. അപ്പം കരുണാകരനാ രാവിലെ എത്തിയത്. നമ്മളവിടെ അഡ്മിറ്റ് ചെയ്ത് പിറ്റേന്ന് പറ്റുമ്പോഴേക്ക് കരുണാകരൻ എത്തും. അങ്ങനെയാണ് കരുണാകരൻ്റെ കാര്യം. നമ്മൾ കുറച്ച് 9 മണി 10 മണിയാകുമ്പോൾ എത്തും. എന്നിട്ട് കരുണാകരൻ വന്ന് സഖാവിൻ്റെ കിടക്കയിൽ തന്നെ ഇരുന്നു. കിടക്കയിലിരുന്ന് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കരുണാകരൻ സഖാവിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നായനാരെ ഇനി പഴയ പോലൊന്നും നമുക്കൊന്നും ഓടാൻ കഴിയില്ല, നല്ലൊരു വണ്ടി വേണം ഇനി. മറ്റേ അംബാസിഡർ വണ്ടിയിലേ പോവുള്ളൂ, അതേ ഉപയോഗിക്കുള്ളൂ. സർക്കാരിനും കൂടെ ഇത് നഷ്ടാക്കാൻ പാടില്ല എന്നല്ലേ സഖാവിന്റെ പോളിസി. എന്നിട്ട് എന്നിട്ട് അത് നിങ്ങൾ നല്ലൊരു ബെൻസ് വാങ്ങാൻ പറയണമെന്ന്. അന്നേരം സഖാവ് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സഖാവിന് ഇപ്പം വലിയ വിഷമം തന്നെയാണ് ഇതിൽ യാത്ര. ഒരുപാട് ദൂരെല്ലാം ഇവർ ഇടുക്കി അങ്ങോട്ടെല്ലാം പോകുമ്പം വലിയ വിഷമല്ലേ. എന്നിട്ട് പിന്നെ അത് നമുക്ക് ആലോചിക്കാം, എന്തായാലും അത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അയാൾ പോയവിടെ എന്നോട് വന്നു, ശാരദേ ഇപ്പം കരുണാകരൻ പറയും നീ കേട്ടില്ലേ വാങ്ങുന്നു. ഞാൻ വാങ്ങിയ ഉടനെ പറയും കരുണാകരൻ, കണ്ടോ ഇപ്പം നായനാറ് ബെൻസ് കാറിലാന്ന് എന്ന് ഇങ്ങനെ പറഞ്ഞ് അച്ചിട്ട മാതിരി പോയി. പിന്നെ സഖാവിനും തോന്നി ഇത് അവർക്ക് സ്റ്റേറ്റ് കമ്മിറ്റി വെക്കണമല്ലോ എല്ലാം. അങ്ങനെ ഇ കെ നായനാർ പിന്നീട് ബെൻസ് കാറ് വാങ്ങി. ബെൻസ് കാറ് വാങ്ങിയതിന് ശേഷം പിന്നീട് ഒരു പത്രസമ്മേളനം കെ കരുണാകരൻ നടത്തുകയാണ്. ആ പത്രസമ്മേളനത്തിൽ കെ കരുണാകരൻ പറഞ്ഞു, നായനാർ ബെൻസ് കാറ് വാങ്ങി. ആഡംബരമായി. ഏത് കെ കരുണാകരൻ തന്നെ ഈ നായനാർ ആശുപത്രി കിടക്കുന്ന സമയത്ത് പോയിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ബെൻസ് കാറ് വാങ്ങണം, ബെൻസ് കാറ് വാങ്ങിച്ചിട്ട് അതിലിനി യാത്ര ചെയ്യണം, പ്രായമൊക്കെ ഇത്രയായാലും ഇനി ഓടാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞെടുത്താണ് ബെൻസ് കാറ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ കരുണാകരൻ്റെ പത്രസമ്മേളനം. അത് അടുത്ത ദിവസത്തെ ഈ പത്രത്തിൽ തന്നെ വരികയും ചെയ്തു. അതിനെക്കുറിച്ചും ഇവർ പറയുന്നുണ്ട്. മേലെ മുറിയിലിപ്പം പത്രം തരുന്നു, നീ വായിച്ചു നോക്കുന്നതാണ്. അപ്പം ഞാൻ വെച്ചെന്നാ അപ്പം നീ വായിച്ചു നോക്കുക. അപ്പം ഞാൻ പേജിട്ട് വായിക്കും. വലിയ വെണ്ടക്കക്ഷരത്തിൽ നായനാർ ഇപ്പോൾ ബെൻസ് കാറിൽ യാത്ര ചെയ്തു. അപ്പൊ എന്നോട് അന്ന് പറഞ്ഞത്, ശാരദേ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ കരുണാകരൻ ഇപ്പം ഇത് പറയും, പക്ഷെ ഞാൻ വണ്ടി വാങ്ങിയാൽ തിരിച്ചും പറയും. അങ്ങനെ കരുണാകരൻ്റെ സ്വഭാവം. പക്ഷെ അവരെന്ത് പറഞ്ഞാലും വളരെ സ്നേഹാണ് അവര് തമ്മിൽ. ഇത് കാര്യങ്ങൾ തന്നെ പിന്നെ രാഷ്ട്രീയപരമായിട്ടും എല്ലാം എതിരാണെങ്കിലും പക്ഷെ രണ്ടാൾ ഉള്ളിൽ എന്താണ് കണ്ണൂരിക്കാരായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല, രണ്ടാൾ സ്വഭാവവും നല്ല ഇത് പിന്നെ നല്ല ഒരു മനസ്സാണ്. അതെന്ന് വെച്ചാൽ ഞങ്ങൾ അവസാനം ഇവരെ രണ്ടുപേരും കണ്ണൂർ സ്വദേശികളാണ്. കണ്ണൂരുകാരായതുകൊണ്ടുള്ള ഒരു സൗഹൃദമാണ് ആയിരിക്കാം എന്നാണ് ശാരദ ടീച്ചർ പറയുന്നത്. അതുപോലെ തന്നെ നായനാർ ഒരു തവണ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് വളരെ എന്താ പറയുക, അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് നായനാർ സഖാവിൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കയറി വന്ന കെ കരുണാകരൻ്റെ ഒരു ഓർമ്മയും കൂടി ശാരദ ടീച്ചർ ഇതിൽ പറയുന്നുണ്ട്. ആ ഫോട്ടോയാണ് നമ്മൾ പലരും സോഷ്യൽ മീഡിയയിൽ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞിട്ട് നായനാരും കെ കരുണാകരനും കൂടി ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്കെല്ലാം കിട്ടുന്നത്. അതിനെക്കുറിച്ച് പറയുന്നതും കൂടെ കേട്ടു നോക്കണേ. ഞാനും ഡൽഹിയിൽ ഉള്ള സമയത്ത് സഖാവിൻ്റെ അന്ന് ഓപ്പറേഷന് ലാസ്റ്റ് പോയില്ലേ, ആ സമയത്ത് കരുണാകരന് എപ്പോഴും ഇതിൽ ആസ്മേൻ്റെ അസുഖം ഉണ്ടല്ലോ. അപ്പോൾ ഈ കഫം വലിച്ചെടുക്കണം പോലും. അപ്പം ഞങ്ങൾ കിടന്നതിൻ്റെ 3ാമത്തെ മുറിയിലാണ് കരുണാകരൻ കിടക്കുന്നത്. അയാൾക്കിത് രാവിലെ എടുക്കണം. അപ്പം പിന്നെ രാവിലെ കരുണാകരൻ എണീറ്റ് നടക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ റൂമിലേക്ക് വേണ്ടി നായനാരെ എന്തുണ്ട് എല്ലാം ചോദിച്ചിട്ടേ പോകുള്ളൂ എല്ലാ കാര്യം.
ഒരു ദിവസം രാവിലെ ഉണ്ട് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ നായനാരെന്ന്. ഞാൻ പോലും എനിക്ക് ഈ അസുഖമെല്ലാമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കൂലല്ലോ. മറ്റാതെങ്കിലും നമ്മൾ ഈ ബർത്ത്ഡേ അപ്പാന്നെല്ലാം നോക്കുമല്ലോ. ഞാൻ ആലോചിച്ചിട്ടില്ല. കണ്ണാരം വന്നിട്ട് നായനാരോട് പറയും, നായനാർ ഇങ്ങനെ കിടക്കുമെന്ന്. അന്നേരം എന്നോട് ഹാപ്പി ബർത്ത്ഡേ നായനാർ. എല്ലാം കഴിഞ്ഞു. ഞാൻ അത്ര ഒരു സ്നേഹമാണ്. പക്ഷെ രാഷ്ട്രീയം രണ്ട് തന്നെ, അതിനൊരു വ്യത്യാസമില്ല. ഹാപ്പി ബർത്ത്ഡേ നായനാരായിരുന്നു. കെ കരുണാകരനും ഇ കെ നായനാരും ഒരേ സമയം ആശുപത്രി കിടക്കുന്ന സമയത്ത് കരുണാകരൻ രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ആശുപത്രിയിൽ വന്നിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ നായനാരെ പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയും അന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയും നമ്മൾ വെച്ച് നോക്കണം. രണ്ട് നർമ്മം കൊണ്ട് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന രണ്ട് പേരാണ് കെ കരുണാകരനും അതുപോലെ തന്നെ ഇ കെ നായനാരും. അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് അവർ വരുന്ന ഓരോ സ്റ്റേജിലും അതിൻ്റെ മുന്നിലുണ്ടാവാറ്. അവരുടെ അത്രയ്ക്കും ജനപ്രീതി നേടിയ രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര അടുപ്പം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്കും ഉണ്ടാവും തോന്നുന്നില്ല. അത്ര അടുപ്പം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ വളരെ കുറവാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള പല ചേരിതിരിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. ഇന്ന് ഓക്കെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, തൊട്ടപ്പുറത്ത് വന്ന് അടുത്ത ആളുകൾ വന്ന് സംസാരിക്കുമ്പോഴേക്ക് രാഷ്ട്രീയത്തിൻ്റെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരും. പണ്ടത്തെ രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പണ്ട് ഇത്രയും മീഡിയ ഇല്ല, ഇന്ന് മീഡിയ ഉണ്ട്. ഒരാൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് മൈക്ക് വെച്ച് രണ്ട് അഭിപ്രായം എടുക്കും. അതും ഒരു തെറ്റിദ്ധാരണകൾക്കിടയാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ മലയാളികൾ ആഘോഷിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കെ കരുണാകരൻ്റെയും ഇ കെ നായനാരുടെയാണ്. ശാരദ ടീച്ചറുടെ വാക്കുകളിൽ അത് കൃത്യമായിട്ടുണ്ട്.